ഹേ ഗായ്സ്, അപ്പം ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ ധർമ്മപുരി ഹൈവേയിലാണ്. അപ്പം കുറേ നാളെ ഇങ്ങനെ റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട്, പക്ഷേ ഇതിനു മുമ്പൊന്നും നടന്നില്ല. ഇപ്പോൾ അതായ ഒരു സൺസെറ്റ് കണ്ടപ്പോൾ ഞാൻ നിർത്തിയതാ. അടിപൊളിയായിരുന്നു വരുന്ന വഴിക്കൊക്കെ, പക്ഷെ നിർത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ടൈം ഒരുപാട് ലേറ്റായി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് കൊച്ചി വരെ പോകണം. അതാണ് പ്രശ്നം. ഇപ്പോൾ തന്നെ ഓൾറെഡി 5:30 ആയിട്ടുണ്ട്. സോ ഞാൻ എത്തുമ്പോഴത്തേക്ക് രാത്രിയാവും. പക്ഷേ ഈ വ്യൂ കണ്ടിട്ട് എനിക്ക് നിർത്താതെ പോകാൻ തോന്നുന്നില്ല. അടിപൊളി വ്യൂ അല്ലേ, അടിപൊളി വ്യൂ. അവിടെ മൊത്തം മലനിരകൾ, മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്നു. ഇവിടുന്ന് സൂര്യപ്രകാശം പയ്യനിങ്ങനെ ഇങ്ങനെ വരുന്നു. സോ ആ വ്യൂ നമ്മൾ ഫോട്ടോ എടുക്കാതെ പോകുന്നത് ശരിയല്ല. സോ ഐ വാണ്ടഡ് ടു ക്യാപ്ചർ ദിസ്. ക്യാമറ ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് ഇനി ഫോട്ടോ എടുക്കാനൊന്നും ടൈമില്ല. അതുകൊണ്ട് നമുക്ക് ഐഫോൺ വെച്ച് തന്നെ ഒരു ക്ലിക്ക് എടുക്കാം. ആ ഒരു വര, ബൈക്ക്, കാറ്, അടിപൊളി. ഈ റോഡിൽ അധികം വണ്ടിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ ഇതുവരെ വരുന്ന വഴിക്ക് ഇന്ത്യ കണക്ക് 1-2 വണ്ടികൾ വല്ലപ്പോഴും പോകുന്നല്ലാതെ ഈ റൂട്ടിൽ അധികം വണ്ടിയില്ല. അധികം വണ്ടിയില്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഓട്ടിച്ച് പോകും. പക്ഷേ എൻ്റെ വണ്ടിക്കകത്ത് മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 90-100 അത്രേ ഉള്ളൂ. ഈ റോട്ടിലൊക്കെ നമുക്കൊരു ഹയാബുസയോ ഒരു H2O ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. ജിയോജി എന്ന് പറയുന്ന പരിപാടിക്ക് വേണ്ടി വന്നതാണ്. വൺ ഓഫ് ദി കേരളാസ് ബിഗ്ഗസ്റ്റ് ഫിറ്റ്നസ് ഫെസ്റ്റിവൽ. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ ഒരു ഹോം സ്റ്റേ. സോ ഇവിടുന്ന് ഇനി വേണം അങ്ങോട്ട് പോകാനായിട്ട്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. സോ ഐ എം ലിറ്റിൽ ബിറ്റ് എക്സൈറ്റഡ്. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമുക്ക് അങ്ങോട്ട് പോവാം. This is a nice place actually. കാണാൻ നല്ല രസമുണ്ട്. സോ ലെറ്റ്സ് ഗോ. സോ ഞാൻ നിൽക്കുന്ന സ്റ്റേയിൽ രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 2 എഗ്ഗും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇപ്പം തന്നെ ഓൾറെഡി 8:30 ആയി. ഇവിടുന്ന് ഒരു 40 minutes കാണിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ ദേർ. ഇന്നലെ നൈറ്റ് ഞാൻ റീച്ച് ആയപ്പോൾ ഓൾമോസ്റ്റ് 2:30 ആയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ണൊക്കെ കണ്ടില്ലേ. ഇന്ന് പ്രോഗ്രാമിന് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക്. ബട്ട് സ്റ്റിൽ ഐ വോണ്ട് ടു അറ്റൻഡ് ദാറ്റ്. അപ്പം പോയേ പറ്റൂ. ഇതിൽ ഞാൻ റീച്ച് ആയിട്ടുണ്ട്. സോ അടിപൊളി സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം എന്താ പരിപാടി എന്നുള്ളത്. എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്? സോ ഇതാണ് ഇന്നത്തെ രാവിലത്തെ പരിപാടിയുടെ ഔട്ട്ഫിറ്റ്. വൈകിട്ട് നമുക്ക് ആക്റ്റീവ് വേഴ്സാണ്. നമുക്ക് എന്തായാലും കയറാം. അപ്പം എൻ്റെ പി ടി സാർ പറഞ്ഞു അടുത്ത വർഷം 12th മാത്സ് സ്റ്റാർട്ട് ചെയ്തു. അതിനെപ്പറ്റി പഠിച്ചു. ഞാൻ ഈ ഇൻഡസ്ട്രിയിലോട്ട് വന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയാതിരിക്കുന്ന പലരെയും ഒരു ഡേറ്റ് ഓഫ് സ്പോർട്സ് കോർട്ടിൽ ബാസ്കറ്റ് ബോളിൽ എനിക്ക് ജോലി കിട്ടി. അങ്ങനെ ഞാൻ BSNL ജോലിക്ക് കയറി. ഓൾമോസ്റ്റ് 10 വർഷത്തോളം ഞാൻ സൗത്ത് സൈഡ് ബോയ്സ് ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കേരള ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് കം ബോഡി ബിൽഡേഴ്സ്. നിങ്ങളിപ്പം പ്രെപ്പിലല്ലേ, എങ്ങനെയാണ് ഇത്രയും നാൾ ഈ ഒരു പ്രെപ്പിലെ ഡയറ്റ് ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് എങ്ങനെ കഴിക്കുന്നത്? നമ്മുടെ പിള്ളേർ പുതുതായിട്ട് ജിമ്മിൽ വരുന്നവർക്കെല്ലാം എപ്പോഴും ഡൗട്ടായിരിക്കും, നമ്മളെപ്പോഴും ഇത് കണക്കാണ് ഫുഡ് കഴിക്കുന്നത് അതോ പ്രെപ്പിൻ്റെ ടൈമിന് മാത്രമാണ് കഴിക്കുന്നത് എന്നുള്ളത്. അല്ലാത്ത നോർമലായിട്ടുള്ള
ബട്ട് പ്രെപ്പിൻ്റെ ടൈമിൽ പ്രപ്പിൻ്റെ ടൈം നോ കോംപ്രമൈസ്. അത് ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം, 2 മാസമല്ല, ഇപ്പൊ നമ്മൾ നാലാമത്തെ മാസം. ജനുവരി അത് ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ച് മാറും. ചിലർക്ക് അധികം ഫാറ്റ് കട്ട് ചെയ്യേണ്ടി വരത്തില്ലായിരിക്കും, പറ്റില്ല. ചിലർക്ക് പെട്ടെന്ന് ഇത് കഴിച്ചുകൊണ്ട് ഒരു മന്ത് 1 മന്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും. ആ ടൈം നമുക്ക് വരുന്നൊരു സംഭവമുണ്ട്, മോട്ടിവേഷൻ. അത് കാണുമ്പോൾ നമ്മൾ കഴിച്ചു. അതെ, വെയിൻസ് വരുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ട്. കാരണം അത് എനിക്ക് എന്താ അറിയുന്നത്, ഞാനും എൻ്റെ പ്രെപ്പ് എനിക്ക് ഏകദേശം 8 മാസം എടുത്തു. ഞാൻ നല്ല ഫാറ്റ് പെർസെൻറ്റേജ് കട്ട് ചെയ്ത് തുടങ്ങിയത്. അതിൽ നിന്ന് ആ സ്റ്റേജിൽ കയറുന്ന തലേ ദിവസം ആപ്സ് തെളിഞ്ഞിട്ടെത്തും, ഫ്ലാറ്റായിട്ട് അതിൻ്റെ ആപ്സ് തെളിഞ്ഞു. അത് നല്ലൊരു മോട്ടിവേഷനാണ്. എനിക്ക് കാവിലോട് ഇല്ലായിരുന്നു, കാവിലോട് ചെയ്തില്ല. കാരണം ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ കയറുമെന്ന് കോച്ച് പറഞ്ഞു. കാവിലോട് ചെയ്യാതെ ഞാൻ സ്റ്റേജിൽ കയറി. വിഷ്ണു പിന്നെ നേരത്തെ ഷ്രെഡറാണ് കേട്ടോ, നമ്മുടെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ഇതുപോലത്തെ ഇവൻസിലൊക്കെ വന്നിട്ട് അവർ മാറി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ബാഗ് നിറച്ച് ഫുഡാണ്. ഗോകുലിൻ്റെ ഉണ്ടോ? ഗോകുലിൻ്റെ ഫുഡ് മാത്രം. ഓക്കെ, അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ ഞാൻ നീ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, 19 നീ അവൻ പറഞ്ഞ നിനക്ക് കോൺഫിഡൻസ് ഇല്ല. ഫസ്റ്റ് കോൺഫിഡൻസ് ഉണ്ടാവും. വെൽക്കോറിൻ്റെയും എംബിയുടെയും. പിന്നെ നിനക്ക് ഇതിൻ്റെ കിട്ടി, ഫുറാഖിൻ്റെ കിട്ടി. പഠിപ്പുണ്ട്, പഠിക്കുന്നുണ്ട്. നീ ഇപ്പം ഞാനിപ്പോൾ ഏവിയേഷൻ എയർപോർട്ട് ആൻഡ് എയർലൈൻസ് ഓപ്പറേഷൻ, BSc കമ്പ്യൂട്ടർ. പഠിപ്പിനിടയ്ക്ക് എല്ലാവർക്കും ഒരു സ്റ്റുഡൻസ് ആയിട്ടായിരിക്കും എല്ലാവരും തുടങ്ങുന്നത്. എങ്ങനെ മാനേജ് ചെയ്യുന്നത് എല്ലാം കൂടി? നമ്മളെ ഒരു പാഷനും കൂടിയാണുള്ളത്. നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതൊരു പോയിന്റാണ്, ഇൻഡിപെൻഡൻ്റ് ആകാൻ പറ്റിയതിനെങ്കിൽ. അതെ, എനിക്ക് തീർച്ചയായും. ബട്ട് ജിമ്മി ഫീസ് കിട്ടാൻ പോലും പറ്റാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആണിത്. പ്രോട്ടീന് ഉണ്ടായില്ല, പ്രോട്ടീൻ വാങ്ങിക്കാനുള്ള കാശും നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രോട്ടീൻ എടുത്തു തരുമോ. പക്ഷേ ഇപ്പം പ്രോട്ടീൻ്റെ സ്റ്റാഗ് മാസം വരും രണ്ടുപേർക്കും. ജീവിതം മാറിയ ലൈഫ് സേവിങ് മൊമെന്റ്സ് ആണ്. ഇനി മാറും അല്ലേ? ഇതിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നിനക്കിപ്പോൾ എത്ര കെ? 81. ഉടനെ 100K. എൻ്റെ ഓൾറെഡി 100K കഴിഞ്ഞു. 200K വരണം ലോഡിങ്. ഇതും ഉടനെ 100K ലോഡിങ്. ഇപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇപ്പോൾ നാളത്തെ കോമ്പറ്റീഷൻ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. സാധാരണ ICNൽ ഇറങ്ങുമ്പോൾ ഒരു 6 മന്ത്സ് പ്രിപ്പയർ ചെയ്ത് കണ്ടാൽ ഇറങ്ങാം. എല്ലാവരും അങ്ങനെ ഇറങ്ങിക്കണതില്ല. നമ്മൾ ആ 2 മന്ത്സ് പ്രിപ്പയർ ചെയ്താണ് ഇറങ്ങിയാണ്ട്, അതും അതിനും വേണ്ടിയിട്ടല്ല, വേറെ കോമ്പറ്റീഷൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പം അങ്ങനെ ഇറങ്ങിയാണ്ട് സെക്കൻഡ് കിട്ടി പറഞ്ഞപ്പോൾ ശരിക്കും ഹാപ്പി ആയി. കാരണം നമ്മളെക്കാട്ട് കണ്ടീഷൻ ആൾക്കാരുണ്ടായിട്ടും സെക്കൻഡ് RC വേറെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് ചെയ്യാൻ പറ്റി. ഇഷ്ടം പോലെ നല്ല എക്സ്പീരിയൻസ് കിട്ടി. എന്താ ചെയ്യേണ്ട കാര്യം മനസ്സിലായി. അടിപൊളിയായി. പിന്നെ നെക്സ്റ്റ് ഇയർ ഹാമർ അടിക്കും. ഹായ് ബ്രോ. അപ്പോൾ ഞാനൊരു കൊല്ലക്കാരനാണ്. കൊല്ലക്കാരനെ മീറ്റ് ചെയ്തതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുക. അപ്പോൾ എന്തായാലും ബ്രോ തുടങ്ങിയത് ജസ്റ്റ് ഒരു ട്രെയിനറായിട്ടാണ്. ഇപ്പം അടിപൊളി ഒരു ട്രെയിനറാണ്, ജിം ഓണറാണ്. 2-3 ജിംസ് കണ്ടില്ലേ കൊല്ലത്ത് തന്നെ. അപ്പം ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഒരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനും എല്ലാം ചെയ്തിട്ടിരിക്കുകയാണ്. ഹൗ വാസ് ദ ഫീലിംഗ്? ലൈക്ക് എങ്ങനെ ആ ജേണി എങ്ങനെ? ഇതിനകത്ത് 2 ചോദ്യമുണ്ട്. ഒന്ന് എൻ്റെ ഫിറ്റ്നസ് എക്സ്പീരിയൻസ്, അതായത് ഞാനിപ്പോൾ കോമ്പറ്റീഷൻ ചെയ്ത എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതെനിക്ക് ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ ഫിസിക്ക് നോക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സോ ഗ്രാജുവലി അത് കോമ്പറ്റീറ്റീവ് ലെവലിലേക്കൊരു മൈൻഡ് സെറ്റിലേക്ക് എത്തി. സോ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഒരു കോമ്പറ്റീഷൻ സ്റ്റേജ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വെരി മിനിമം ബേസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യലാണ്. അവിടെ തുടങ്ങിയ സ്ട്രഗിൾ, പിന്നെ അത് നേരെ വരുന്നത് എന്താ പറയുന്നത്, നമ്മുടെ ഡയറ്റിലേക്ക് വരുമ്പം അതൊരു സ്ട്രഗിൾ, പിന്നെ വർക്കൗട്ട്, രാവിലെയും വൈകിട്ടും വർക്കൗട്ട് വരുന്ന അതൊരു സ്ട്രഗിൾ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വാട്ടർ കട്ട് ചെയ്ത് സ്റ്റേജിലേക്ക് പോയി നിന്ന് നമ്മൾ പോസ് ചെയ്യുന്ന അതൊരു സ്ട്രഗിൾ. സി ദിസ് ജേർണി ഈസ് എൻറ്റയർലി ഒരു സ്ട്രഗിൾ വരുന്നൊരു ജേർണിയാണ്. പക്ഷേ ആഫ്റ്റർ വിന്നിങ് ദ ടൈറ്റിൽ, ഞാൻ റീസെൻ്റ്ലി മിസ്റ്റർ കൊച്ചി ചെയ്തപ്പം
അത്രയും കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് എനിക്ക് ടൈറ്റിൽ കിട്ടിയപ്പം കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സന്തോഷമാണ്. പിന്നെ ഒരു ആമസോണിൽ ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എടാ ഇത് നിനക്ക് പറ്റിയ പണിയല്ല. നിനക്ക് പറ്റിയ പണി എന്ന് പറയുന്നത് യു ഹാവ് എ സ്കിൽ. നിനക്കൊരു സ്കില്ലുണ്ട്, നിനക്കൊരു പൊട്ടൻഷ്യലുണ്ട്, നീ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് നീ നിൻ്റെ പ്രാരാബ്ദങ്ങൾക്ക് വേണ്ടി ഡൈവേർട്ടായി പോയി കഴിഞ്ഞാൽ നിനക്കൊരിക്കലും അതിൽ നിന്നൊരു ഒരു എന്താ പറയുന്നത് ഒരു നീ ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്കം നിനക്ക് കിട്ടത്തില്ല. സ്റ്റിക്ക് ഓൺ യുവർ സ്റ്റിക്ക് ഓൺ. നീ എപ്പോഴും നിൻ്റെ പൊട്ടൻഷ്യൽ, നിൻ്റെ സ്കില്ല് നീ സ്റ്റിക്ക് ഓൺ ചെയ്യും. അതിനകത്ത് സ്കിൽ ഡെവലപ്പ് ചെയ്യും. നിൻ്റെ പ്രൊഫഷൻ എന്താണ് നീ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് നീ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു, നീ അതിനകത്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്യും. ഉറപ്പായിട്ടും നിനക്ക് എന്താ പറയുന്നത് നീ വിചാരിക്കുന്നതിനപ്പുറം നിന്നെ കൊണ്ടെത്തിക്കും. സോ ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ് ഹിയർ. ദാറ്റ്സ് ഇറ്റ്. സുഖല്ലേ? ഞാൻ ഇന്നലെ രാത്രി 2:30 ഫോട്ടോ വെച്ച് എത്തി. ബൈക്കിലാണ്. ടിക്കറ്റ് കിട്ടിയില്ല. അപ്പൊ പിന്നെ ഞാൻ ബാംഗ്ലൂർ. ഇല്ല അങ്ങനല്ല, ജിയോജിക്ക് വേണ്ടിയുള്ള ഡെഡിക്കേഷൻ ഡോക്യുമെന്റ്. അല്ല ഇപ്പം ആദ്യത്തെ ഒരു പ്രോഗ്രാം അങ്ങനെ മിസ് ചെയ്യാൻ പറ്റില്ല. അപ്പുറത്ത് വരും. ഞാൻ ഇപ്പൊ ചെക്ക് ഇൻ ചെയ്തിട്ട് അങ്ങോട്ട് എല്ലാം കൂടി വെച്ചിട്ട് GOG, അതായത് ഗോഡ്സ് ഓൺ ഗേറ്റ്സ്, ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനൊരു ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സമ്മിറ്റ് നടക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ മിസ് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ബൈ റോഡ് വണ്ടി ഓട്ടിച്ച് ഇന്നലെ രാത്രി 3 മണിയായപ്പോഴത്തേക്ക് കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ഇപ്പം രാവിലെ ഒരു സമ്മിറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേര് വന്നിട്ട് അവരുടെ ജേർണി എങ്ങനെയായിരുന്നു, എങ്ങനെ നമ്മുടെ പാഷൻ ഒരു പ്രൊഫഷനാക്കി മാറ്റാം എന്നുള്ളതിനെ കുറച്ച് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ഗുഡ്. കാരണം ആക്ച്വലി ഇങ്ങനെ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നത്, പ്രത്യേകിച്ച് ഫിറ്റ്നസ് ഫീൽഡിന് മാത്രമായിട്ട്. സോ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ മീറ്റപ്പ് ഒക്കെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു ലൈഫ് എങ്ങനെയാണെന്നുള്ളത് വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ ഭയങ്കര ഡിസിപ്ലിൻ ആയിരിക്കണം, ഡയറ്റ് ഫോളോ ചെയ്യണം, ബോഡി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം, നല്ല അടിപൊളി ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യണം. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരെയും കൂടെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ശരിക്കും പറഞ്ഞ് ഇത്രയും കഷ്ടപ്പെട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടം വരെ വന്നത്. അപ്പോൾ ഇന്ന് ഒരു പരിപാടിയുണ്ട്, അതായത് GOG എറീന എന്ന് പറയുന്നത്. സോ അവിടെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മളെന്തായാലും ഒരു ചലഞ്ചിൻ്റെ ആളാണല്ലോ, അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല ടയേർഡാണ്, ഫുഡും കഴിച്ചിട്ടില്ല. ഇനി പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് എറീനയിലോട്ട് പോകാൻ. അപ്പം ഞാനിപ്പോൾ വന്നേക്കുന്ന റൂം നല്ല അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ സ്റ്റാർട്ടപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഈ സെറ്റപ്പ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ സെറ്റപ്പിലായിരിക്കും ഇന്നത്തെ എറീനയുടെ വീഡിയോ ഞാൻ കവർ ചെയ്യുന്നത്. സോ ഒരു POV ഷോർട്സ് ആയിരിക്കും കൂടുതൽ വരുന്നത്. എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിലായിരിക്കും വീഡിയോസ് വരുന്നത്. സോ പുതിയൊരു അപ്രോച്ചാണ്. ചിലപ്പം ഫെയിൽ ആവും, ചിലപ്പം സക്സസ് ആവും. ബട്ട് ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. സോ നമുക്ക് നേരെ പരിപാടിക്ക് പോയാലോ. ലെറ്റ്സ് ഗോ ഗൈസ്. സോ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ സെറ്റപ്പ്. സോ ഇതാണ് നമ്മുടെ മോഡെന്ന് പറയുന്നത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് വൈഡായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും കിട്ടുന്നത്. അതായത് ഞാനിപ്പോൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇതിനകത്ത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും പരിപാടിക്കോട്ട് പോകാം. കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും എന്നാണ് തോന്നുന്നത്, പക്ഷെ എന്തായാലും നോക്കാം. ഐ ലൈക്ക് ചാലഞ്ചസ്. എനിക്ക് ആളെ മനസ്സിലായി. ഞാൻ ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടി. ഇല്ല വിഷമിക്കണ്ട, സാരമില്ല. വിഷമിക്കണ്ട, സാരമില്ല. എടുക്കുന്ന കുഴപ്പമില്ല. ഐശ്വര്യല്ലേ മറ്റേ DBX ജിമ്മിൽ വർക്ക് ചെയ്യുന്നത്? വർക്ക് ചെയ്യല്ല, അവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. വീഡിയോസ് ഒക്കെ അവിടെ നിന്നിട്ടായിരുന്നു. ഞാൻ കേരളത്തിലുള്ള എല്ലാ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ആ ജിം ആക്ച്വലി നല്ല രസമല്ലേ? എന്തിനാ ചെലവ്? അങ്ങനെ ഗോകുൽ ബ്രോ, ഒരു ഹായ് പറയൂ. ഇതൊരു POV ബ്ലോഗാണ്. അപ്പം എങ്ങനെയുണ്ട് പ്രിപ്പറേഷൻസും കാര്യങ്ങളും? ഹൈദരാബാദ് ഐസ് ഞാൻ ചിലപ്പം വെന്യൂട് കാണാൻ വേണ്ടി. എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്.
ഫ്രണ്ട് വരുന്നുണ്ട്, അപ്പോൾ പുള്ളിക്കാരൻ്റെ കൂടെ കാണാം. ഇതാരാ? മാസ് എൻട്രി എന്നൊക്കെ പറയുന്നതാണ്. ബ്രോ ഒരു ഫോട്ടോ എടുത്തല്ലോ. അപ്കമിങ് ഇൻഫ്ലുവൻസർ. ഹലോ, എന്താണ് പരിപാടിയെ പറ്റി പറയുന്നത്? ബ്രോ, ഹൗ വാസ് യുവർ ഡെഡ് ലിഫ്റ്റ് എക്സ്പീരിയൻസ്? ஹாய், வணக்கம். இது எந்த Viva